നന്നായി പാത്രം കഴുകി വെക്കുന്ന പട്ടി. രേണുവിനെതിരെ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ്. അതുമാത്രല്ല, നമ്മുടെ അനുമോളുണ്ടല്ലോ, അനുമോളെ നടി എന്ന് വിളിക്കരുത് എന്നാണ് അപ്പാനി പറയുന്നത്. അങ്ങനെ വിളിക്കാനേ പാടില്ലാത്രേ നമ്മുടെ അനുമോളെ. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ അറിഞ്ഞായിരുന്നോ, നമ്മുടെ റെന ഫാത്തിമ ഇന്ന് അനുമോളേക്ക് എടുത്ത് പറഞ്ഞ ഒരു വാചകം, ദേ ഒരു പട്ടി നിന്ന് പാത്രം കഴുകുന്നുവെന്ന്. ആഹാ, സംഭവം എങ്ങനെയൊക്കെ ഉണ്ടല്ലേ ബിഗ് ബോസിലെ വിശേഷങ്ങൾ. ഇന്ന് സംഭവ ബഹുലമായ വിശേഷങ്ങൾ നടന്നൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ സംഭവ ബഹുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുസംഭവ ബഹുലമായ ദിവസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ആഹാ, നമുക്ക് ഇന്നലെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എന്താണ് സംഭവം എന്ന് ആർക്കറിയില്ലായിരുന്നു. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത്, എന്താണ് സംഭവിച്ചെന്ന് ചെറിയ ഊഹാപോഹങ്ങൾ. അനുവുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോയി, ആദിലയും നൂറയും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നൊക്കെയായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ എല്ലാത്തിനും ഇപ്പൊ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജിസേലുമായിട്ടുണ്ടായ വഴക്ക്, ജിസേലിനെ ഒന്ന് അനുമോൾ തോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അനുവാദമില്ലാതെ ചുണ്ടിലൊന്ന് തൊട്ടു. അതിനെ ജിസേലെ പിടിച്ച് ആഞ്ഞങ്ങ് തള്ളി ഈ രണ്ടുപേരും തമ്മിലുണ്ടായ ആ ഒരു വിഷയത്തിൽ, ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ വിഷയത്തിൽ നിവിനെ കയറി ഇടപെടേണ്ട ആവശ്യകതയില്ല. നിവിൻ അങ്ങ് മാസാവാൻ നോക്കിയ ബിഗ് ബോസിന്റെ അടുത്ത് അനുമോളെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കയറി പറഞ്ഞു, എങ്കിൽ പിന്നെ നിവിനെ നീ അങ്ങ് പുറത്തേക്ക് പൊക്കോളാൻ. അങ്ങനെ നിവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. സംഭവം നിവിൻ പുറത്തേക്ക് പോയി എന്നുണ്ടെങ്കിലും നിവിൻ നാളെ തന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ബിഗ് ബോസ് വീട്ടിലേക്ക് നിവിൻ ഇന്ന് തിരിച്ചു കയറി. നമുക്ക് നാളെയാണല്ലോ അത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിവിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറി. അപ്പോൾ ഈ വഴക്കൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ചേർന്ന് ഗ്രൂപ്പായിട്ട് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പൊ ഞാൻ അനുമോളെ പൂർണ്ണമായിട്ട് ഞാൻ അവിടെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അനുമോൾ ചെയ്തത് തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ കൺസേൺ ഇല്ലാതെ ഒരാളുടെ ദേഹത്ത് സ്പർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദേഷ്യപ്പെടുന്ന ഒരു കാര്യം. എന്റെ അനുവാദം ഇല്ലാതെ ഒരാൾ വന്ന് എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കില്ലേ? അതുപോലെ ഒരു പ്രതികരണമാണ് ജിസേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നന്നായിട്ട് ആഞ്ഞ് അനുമോളെ തള്ളിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും പുറത്താക്കണം. ജിസേലിനെയും പുറത്താക്കണം, അനുമോളെയും പുറത്താക്കണം. അപ്പൊ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിക്കാൻ ബിഗ് ബോസ് കാത്തിരുന്ന സമയത്താണ് നെവിന്റെ ഒരു ഷോ, അതിന് വേറെ എന്തെങ്കിലും വേറെയും ഷോ എന്നൊക്കെ പേരിട്ട് പറയും, ഞാൻ അത് പറയുന്നില്ല. അങ്ങനെ ഒരു ഷോയൊക്കെ നടത്തിയപ്പോൾ ബിഗ് ബോസ് അങ്ങ് പറഞ്ഞു വിട്ടത്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാണ്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, അതായത് ജിസേൽ തമ്പുരാട്ടിയുടെ ബാലാട്ടിപ്പട്ടികൾ എന്ന് തന്നെ പറയേണ്ടി വരും. അവരെല്ലാവരും ചേർന്ന് അവിടെ അനുമോളെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ജിസേല് നല്ല കുട്ടിയും അനുമോള് ചീത്ത കുട്ടിയും. എന്തായാലും അനുമോളുടെ അടുത്തൊന്ന് ചൊറിഞ്ഞാൽ മാത്രമേ ഇവർക്കൊക്കെ കണ്ടന്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലാണെന്ന് തോന്നുന്നു. നമ്മുടെ റെന ഫാത്തിമയും ഭയങ്കരമായിട്ട് അനുമോളെ ചൊറിയുന്നുണ്ടായിരുന്നു. ഇനി അനുമോളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് അനുമോളെ കൊണ്ട് റെന ഫാത്തിമയെ അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും അവരവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അനുമോൾ അവിടെ നിന്ന് പാത്രം കഴുകുന്ന സമയത്ത് ഈ റെന ഫാത്തിമ പറയുന്ന ഡയലോഗ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, ഒരു പട്ടി നിന്ന് പാത്രം കഴുകുകയാണത്ര. അപ്പോൾ ഈ റെന ഫാത്തിമയെ എന്ത് വിളിക്കേണ്ടി വരും? ഇപ്പോൾ റെന ഫാത്തിമയുടെ വിചാരം റെന ഫാത്തിമയ്ക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടേഴ്സാണ്, ഭയങ്കര ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. എൻ്റെ ഫോൺ എനിക്ക് മിസ് ചെയ്യുന്നു, ഇഷ്യൂ എത്ര കൂടിയെന്ന് അറിയില്ല ഇൻസ്റ്റാ ഫോളോവേഴ്സ് എന്നൊക്കെയാണ് ലൈവിലിരുന്ന് ചുള്ളത്തി പറയുന്നത്. സംഭവം ഇനി തിരിച്ചെത്തുന്ന സമയത്ത് ഉള്ള ഫോളോവേഴ്സും കൂടി ഇല്ലാണ്ടാവുന്ന അവസ്ഥയാണ് റെന ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം. വെറുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പീരിന്റെ അങ്ങേ അറ്റത്താണ് ഇപ്പോൾ റെന ഫാത്തിമ നിന്ന് ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെന ഫാത്തിമയുടെ കാര്യം കട്ട പൊക്കുകയാണ്. കുറച്ച് സപ്പോർട്ടേഴ്സ് ഉള്ളത് കൂടി ഇപ്പൊ വെറുത്ത് അവസാനം എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പൊ അവിടെ ഇരുന്നിട്ട് അനുമോളെ നോക്കിയിട്ട് ഒരു പട്ടി നിന്ന് പാത്രം കഴുകുന്നത്ര. ഇതൊക്കെയാണ് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കേണ്ട കാര്യം. അവരുടെ അടുത്ത് മോശം ഭാഷ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് വഴക്കിടാം, പരസ്പരം എന്ത് വേണമെന്നുണ്ടെങ്കിലും സംസാരിക്കാം എന്നൊക്കെ ലാലേട്ടൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോശം വാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊരു കാര്യം ലാലേട്ടൻ അവിടെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇവിടെ റെന ഫാത്തിമ പട്ടി അവിടെ നിന്ന് പാത്രം കഴുകുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ അനുമോളുടെ ഭാഗത്ത് മുഴുവനായിട്ട് ശരിയുണ്ടെന്നൊന്നും പറയില്ല. പക്ഷേ
അവിടെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും ഗ്രൂപ്പായി നിന്ന് അനുമോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അനുമോള്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രയും ഫാൻസിന്റെ സപ്പോർട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ അനുമോൾക്ക് ഇത്രയും ഫാൻ സപ്പോർട്ട് കിട്ടത്തില്ലല്ലോ. അനുമോൾ അവിടെ ഗ്രൂപ്പായിട്ട് അനുമോളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ പേരുണ്ടെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരും ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഇവരുടെ അടുത്ത് പൊരുതുന്നു. അതിനിടയിൽ കരച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായി കരയുന്നതും ഇതൊക്കെ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കുന്നതാണ്. എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് തളർച്ചയും ഒരാൾക്ക് മാനസിക വിഷമൊക്കെ വരുന്ന സമയത്ത് കരഞ്ഞു പോകും. ആ സമയത്തുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇതിനെ നേരിടുന്നത് കൊണ്ട് അനുമോൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു വ്യക്തി ഇപ്പൊ അനുമോളാണ്. അനുമോൾക്ക് ആ സപ്പോർട്ടേഴ്സിന്റെ എണ്ണം ഒരു വിധത്തിലും കുറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതിക്കെതിരെ നടപടി എടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ആണ്. കാരണം എന്താന്നല്ലേ പറയാം. അവിടെ ഏഷ്യനെറ്റ് തന്നെ രേണുസുതിയെ ട്രോളുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ വീടിനെ വഴി കാണിക്കാമോ എന്നാണ്. കണ്ടു നോക്കി സംഭവം കണ്ടില്ലേ? ഇത് തന്നെയാണ് കാര്യം. രേണുസുതിയെ ഇപ്പൊ ട്രോളിക്കൊണ്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസും ഏഷ്യനെറ്റും തന്നെയാണ്. ഏത് നേരം വീട്ടിൽ പോകണം എന്നാണല്ലോ പറച്ചില്ലേ. അത് മാത്രല്ല ഇപ്പോ നടപടി എന്ന് വെച്ചാൽ ഞാനൊന്ന് ട്രോളി പറഞ്ഞതാണ്. സംഭവം മറ്റൊന്നല്ല, ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നിരുന്ന് 24/7 ലൈവ് കാണുന്നു ബിഗ് ബോസ്. അല്ലാതെ നിങ്ങൾ ബിഗ് ബോസ് ഷോവിനുള്ളിൽ രേണുസുതി എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കാണാൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്നുണ്ടോ? അവിടെ ഉണ്ടോ? വീക്കെൻഡിൽ വന്നിട്ട് ലാലേട്ടൻ വരെ ചോദിച്ചു എന്താ രേണു അവിടെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ലാലേട്ടൻ വരെ ചോദിച്ചു. എന്നിട്ടും ഒരു കാര്യമില്ല. ഇന്നിപ്പോ ലൈവിൽ നിന്നിട്ട് രേണുസുതി പറയാണ് എന്റെ പ്രേക്ഷകർ എന്നെ എത്രത്തോളം ഇവിടെ നിർത്തുന്നോ അത്രത്തോളം നാളെ ഞാൻ ഇവിടെ നിൽക്കും. എന്റെ പ്രേക്ഷകർ മതി പോന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകൂത്രേ. അതാണത്തെ രേണുസുതിയുടെ നിലപാട്. അപ്പൊ നമ്മുടെ അപ്പാനി ചെറുത്തും അക്ബറൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ ജിസേല് ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ ഈ പ്രേക്ഷകർ ചേച്ചിയുടെ അടുത്ത് തിരിച്ചു വരാൻ പറയുന്നത് എങ്ങനെയാണ് ചേച്ചിക്ക് മനസ്സിലാവുന്നത്? ഞാൻ ദിവസം ക്യാമറ നോക്കി സംസാരിക്കുന്നുണ്ടല്ലോ. എനിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, വോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകും. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്റെ പ്രേക്ഷകർ എന്നോട് പുറത്തേക്ക് വന്നോളൂ എന്ന് പറയുന്നതാണത്രേ. എങ്ങനെയുണ്ട് ഡയലോഗ്? എനിക്ക് നല്ല കോമഡി ആയിട്ടാണ് തോന്നിയത് നമ്മുടെ രേണുസുതിയുടെ ഡയലോഗ് എന്ന് പറയുന്നത്. പ്രേക്ഷകർ പുറത്ത് രേണുസുതിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഒരു ഗെയിമും കളിച്ചില്ലെങ്കിൽ പോലും ബിഗ് ബോസിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ ഗെയിമൊന്നുമില്ല അല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഡയലോഗുകളൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിരിഞ്ഞ് സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മക്കളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ 100 ദിവസം അവിടെ നിർത്താൻ ചേച്ചിയുടെ കയ്യിൽ കപ്പും വാങ്ങിച്ചു തരാന്ന് കുറേ പേര് ചേച്ചിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ചേച്ചി പറയുന്നത് എന്റെ പ്രേക്ഷകർ എന്റെ ഫാൻസുകൾ എനിക്ക് വോട്ട് ചെയ്യുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കും, അവരെന്നെ കൈവിട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് വരും. അതും ഞാൻ കരഞ്ഞുകൊണ്ടല്ല പോകുന്നത്, എനിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി തിരിച്ചു പോകും. ഈ വീട്ടിൽ നിന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി പടിയിറങ്ങുന്ന ഒരു വ്യക്തി ഞാനായിരിക്കുമെന്നാണ് രേണുസുതി പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മുടെ ആദില നൂറ് ഷാനവാസിന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നെവിനെതിരെ അവർ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ആദില നൂറെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെ പിരിക്കാനായിട്ട് നെവിൻ നോക്കി എന്നാണ് പറയുന്നത്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പിരിക്കും, ഞാൻ പുറത്തൊരു കുടുംബത്തെ പിരിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ രണ്ടുപേരെ പിരിച്ച് ഞാൻ 2 വഴിക്കാക്കുന്ന നിവിൻ പറഞ്ഞു. അതുകൊണ്ടുള്ള വൈരാഗ്യം കൊണ്ടാണ് നിവിനെ പുറത്താക്കിയതാണ് അല്ലെങ്കിൽ ആ വാശി കയറ്റിയത് എന്നാണ് ആദില നൂറെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അതൊരു ഭാഗം മാത്രമായിരിക്കാം. ആദില നൂറയുടെ ഒരു ഗെയിം ആയിരിക്കാം നിവിനെ പുറത്താക്കുക എന്നുള്ളത്. കാരണം LGBTQയുടെ വോട്ടുകളൊക്കെ ഇവിടെ സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നെവിനും വോട്ട് വരും ഇവർക്കും വോട്ട് വരും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും 2 മത്സരാർത്ഥികളായിരിക്കാണ്. അപ്പൊ ഇവർക്ക് ഒരുമിച്ച് വോട്ട് ചെയ്താൽ പോലെ 2 പേർക്കും വ്യത്യസ്ത വോട്ടുകൾ വേണം. അങ്ങനെയുള്ള സമയത്ത് നിവിൻ പുറത്തു പോയി കഴിഞ്ഞാൽ ആ വോട്ടുകളൊക്കെ ഇവർക്ക് 2 പേർക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു ചാൻസ് ഇവർ ഉപയോഗിച്ചു. ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഗെയിമും അവിടെ നടന്നു എന്നൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ നിവിന്റെ അടുത്ത് പേഴ്സണലി എന്തോ വിഷയമുണ്ടെന്ന് അവർ പറയുന്നു. അത് സത്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമുക്കത് ലൈവിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അനുമോളെ കുറിച്ച് നമ്മുടെ അപ്പാനി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളെ നടി എന്ന് വിളിക്കരുത് എന്ന്. കാരണം മറ്റൊന്നുമല്ല, അനുമോള് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പോലും. സിനിമയിൽ അഭിനയിക്കാത്ത ഒരാളെ കയറി നടി എന്ന് വിളിക്കരുത് എന്നാണ് അപ്പാനി പറയുന്നത്. അപ്പാനി ഒരു 25 സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്പാനി നടനാണ്. പക്ഷെ സീരിയലിലൊക്കെ അഭിനയിച്ച് 1-2 സീരിയലിലൊക്കെ മുഖം കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അനുമോളെ നടി എന്നൊന്നും വിളിച്ചിട്ട് അപമാനിക്കരുത് അത്ര. കാരണം നടി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. സിനിമയിൽ അഭിനയിച്ചവരെ മാത്രമേ നടി ആക്ട്രസ് എന്നൊക്കെ പറയാൻ പാടുള്ളൂ അത്രേ. അല്ലാതെ ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്നവരെ മറ്റു കാര്യങ്ങളൊന്നും അഭിനയിക്കുന്നവരെ ഒന്നും തന്നെ നടികളല്ല അത്രേ. ഇപ്പൊ അനുമോളെ നടി എന്ന് വിളിക്കാം. ബിഗ് ബോസിൽ വന്ന് ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇതാണ് നടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബിഗ് ബോസിൽ അഭിനയത്തിന് നടി എന്ന് വിളിക്കാം. അല്ലാത്ത പക്ഷം അനുമോളെ നടി എന്ന് വിളിക്കരുതെന്നാണ് അപ്പാനിയുടെ വാദം. എൻ്റെ അപ്പാനി
ഇത് കുറച്ച് കൂടുതലാണ്. അപ്പാനി ഇപ്പൊ ഭയങ്കര ഓവറാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ മൊത്തത്തിൽ ഒരു അഹങ്കാരമുണ്ട്. ഞാൻ വലിയ നടനാണ്, ഞാൻ വലിയ സംഭവമാണ്, എനിക്ക് കുറെ സിനിമ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ. ഇത് ഒന്നുമല്ല അപ്പാനി. അപ്പാനീനെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് അപ്പാനീനെ അറിയൊന്നുമില്ല. ഇത്രമാത്രം സംഭവമായിട്ടുള്ള അഭിനയവും കാര്യങ്ങളൊന്നും അപ്പാനി കാഴ്ചവെച്ചിട്ടൊന്നുമില്ല. അതിന് മാത്രം ഇത്ര അഹങ്കാരം പിടിക്കാനായിട്ട്. എടോ, സിനിമയിലാണെങ്കിലും നാടകത്തിലാണെന്നുണ്ടെങ്കിലും സീരിയലിലാണെങ്കിലും എല്ലായിടത്തും അഭിനയിച്ചു കഴിഞ്ഞാൽ അഭിനയം തന്നെയാണ്. അവര് ആക്ട്രസ് ആണെന്നുണ്ടെങ്കിലും ആക്ടർ ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ചെയ്യുന്നത് അഭിനയം തന്നെയാണ്. അവരെല്ലാവരെയും നടി നടൻ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അല്ലാതെ സിനിമയിൽ അഭിനയിച്ചവരെ മാത്രമാണ് നടി നടൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ സീരിയലിലും മറ്റു രംഗത്തുള്ളവരെയൊക്കെ നിങ്ങൾ അപ്പൊ എന്താണ് വിളിക്കുന്നത്? അപ്പാനിയുടെ മോശം പ്രയോഗമായി പോയി. ഇത് അനിമോളെ കുറിച്ച് പറഞ്ഞത് വളരെ മോശം പ്രയോഗം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും അനിമോളെ ചൊറിഞ്ഞാൽ മാത്രമേ കണ്ടന്റ് ഉള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അനിമോളെ എങ്ങനെ ചൊറിയാം, അനിമോളെ വെച്ച് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പാനിയും അക്ബറും രന ഫാത്തിമയും ഒക്കെ. ഇവരെ ഒരു ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് വല്ലാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾ എന്ന് പറയുന്ന വ്യക്തിനെ. ഇവർ അറ്റാക്ക് ചെയ്യും തോറും ആർക്കാണ് ഫാൻസ് കൂടുന്നത്? അനിമോൾക്ക്. ഈ പൊട്ടന്മാർക്ക് ഇത് അറിയാതെ പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം.